ഒരു രാജാവ് കാട്ടിൽ വെച്ചൊരു കന്യകയെ രഹസ്യമായി വിവാഹം കഴിച്ചു. പക്ഷേ ഒരു മോതിരമില്ലായിരുന്നെങ്കിൽ ആ രാജാവ് തന്റെ പ്രിയപത്നിയെ എന്നേക്കുമായി മറന്നുപോയേനെ. അങ്ങ് പുരാതന കാലത്ത് ദുഷ്യന്ത മഹാരാജാവ് വേട്ടയാടാൻ കാട്ടിലെത്തി. കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ അപ്സരസായ മേനകയ്ക്കും വിശ്വാമിത്ര മഹർഷിക്കും പിറന്ന അതിസുന്ദരിയായ ശകുന്തളയെ അദ്ദേഹം കണ്ടു. പ്രണയബദ്ധരായ അവർ യാതൊരു ആചാരങ്ങളുമില്ലാതെ പുണ്യമായ വനസാന്നിധ്യത്തിൽ ഒരു ഗാന്ധർവ വിവാഹത്തിലൂടെ ഒന്നിച്ചു. ആ പ്രണയത്തിന് ഒരു രാജകീയ മോതിരം മാത്രമായിരുന്നു സാക്ഷി. താൻ പെട്ടെന്ന് തിരിച്ചുവരുമെന്ന് വാക്കു നൽകി ദുഷ്യന്തൻ രാജ്യത്തേക്കു മടങ്ങി. എന്നാൽ ശകുന്തള തന്റെ പ്രിയതമന്റെ ഓർമ്മകളിൽ മുഴുകി മറ്റൊന്നിലും ശ്രദ്ധയില്ലാത്തവളായി മാറി. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി അതിഥിയായി എത്തിയത്. മഹർഷിയെ ബഹുമാനിക്കാതെ വന്നപ്പോൾ ദുർവാസാവ് അവളെ ശപിച്ചു. ആരുടെ ഓർമ്മയിലാണോ നീ എന്നെ അവഗണിച്ചത്, ആ വ്യക്തി നിന്നെ എന്നേക്കുമായി മറന്നുപോകും. കൂട്ടുകാരികളുടെ അപേക്ഷ കേട്ട് മോതിരം കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കുമെന്നൊരു നിബന്ധന വെച്ച് മഹർഷി ശാപം ലഘൂകരിച്ചു. നാൾ കഴിഞ്ഞു. ഗർഭിണിയായ ശകുന്തളയെ കണ്വ മഹർഷി ദുഷ്യന്തന്റെ അടുത്തേക്ക് യാത്രയാക്കി. എന്നാൽ വഴിയിൽ ഒരു പുഴയിൽ കുളിക്കുമ്പോൾ വിവാഹസൂചകമായി ദുഷ്യന്തൻ നൽകിയ മോതിരം അവളുടെ കയ്യിൽ നിന്ന് വഴുതി വെള്ളത്തിൽ വീണുപോയി. ദുഷ്യന്തന്റെ കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ ശാപഗ്രസ്തനായ രാജാവ് തിരിച്ചറിഞ്ഞില്ല. തന്റെ ഭാര്യയെയും ഗർഭിണിയായ അവളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു. ഹൃദയം തകർന്ന് ശകുന്തള ആകാശമാർഗം മറഞ്ഞുപോയി. ഒരുപാട് കാലം കഴിഞ്ഞു. ഒരു മീൻപിടുത്തക്കാരൻ പിടിച്ച വലിയ മീനിന്റെ വയറ്റിൽ നിന്ന് ആ രാജകീയ മോതിരം കണ്ടെത്തി. അത് രാജസന്നിധിയിലെത്തിയപ്പോൾ ദുഷ്യന്തൻ ആ മോതിരം കണ്ടു. ഒരു മിന്നൽ പിണർ പോലെ എല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. താൻ ചെയ്ത മഹാപാപത്തിൽ ദുഷ്യന്തൻ ഹൃദയം നുറുങ്ങി കരഞ്ഞു. പിന്നീട് മാരീച മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് തന്റെ പുത്രനായ ഭരതനോടൊപ്പം ശകുന്തളയെ ദുഷ്യന്തൻ വീണ്ടും കണ്ടുമുട്ടി. വർഷങ്ങൾക്ക് ശേഷം ആ രാജകീയ പ്രണയം വീണ്ടും പൂത്തുലഞ്ഞു. ഒരു ചെറിയ മോതിരത്തിന്റെ നഷ്ടം ഒരു രാജാവിന്റെ ഓർമ്മയെ മായ്ച്ചു കളഞ്ഞെങ്കിൽ പോലും ധർമ്മം എപ്പോഴും അതിന്റെ വഴി കണ്ടെത്തുമെന്ന സത്യം ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു രാജാവിനെ തന്റെ പ്രിയപ്പെട്ടവളെ